ഇനി ലൈവ് റിപ്പോർട്ട്സ് പോകുന്നത് ഛത്തീസ്ഗഡിലേക്കാണ്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും കോടതിയിലെത്തുകയാണ്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ദുർഗ് സെഷൻസ് കോടതിയാണ്. മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതേസമയം ഇരുവർക്കും നിയമസഹായം ഉറപ്പുവരുത്താൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേവ്സായിയുടെ നിർദ്ദേശം ഉണ്ട്. അവിടെ ജനം TV സംഘമുണ്ട് ഛത്തീസ്ഗഡിൽ. വിശദാംശങ്ങളുമായി എസ് ശ്രീകാന്ത് നമുക്കൊപ്പം ചേരും. ശ്രീകാന്ത് ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീകാന്ത്, ഇന്ന് വീണ്ടും ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ എത്തുകയാണ്. ജാമ്യം ലഭിക്കുമെന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവിധ സഹായങ്ങളുമായി ഒപ്പമുണ്ടാകുമെന്ന് BJPയുടെ ഉറപ്പുണ്ട്. എന്താണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ശ്രീകാന്ത്? ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഇപ്പോൾ തന്നെ ഉറപ്പിച്ച് നമുക്കൊരു പറയാം. ഇതിൽ അന്വേഷണം എന്തായാലും മുന്നോട്ട് പോകും. ഈ സഭ ആവശ്യപ്പെട്ടിരുന്നത്, ഈ മിഷണറി സംഘം ആവശ്യപ്പെട്ടിരുന്നത് ഈ കേസ് തന്നെ കോഷ് ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഒരു കാരണവശാലും ഈ കേസ് കോഷ് ചെയ്യില്ല എന്ന് ഇവിടുത്തെ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനവർക്ക് വ്യക്തമായ കാരണവുമുണ്ട്. ആ കാരണം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കന്യാസ്ത്രീകൾക്കോ അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ രേഖകൾ ആവശ്യപ്പെടുമ്പോൾ അത് നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതും, ഒപ്പം തന്നെ എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നുള്ളതും സർക്കാർ ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനാൽ അന്വേഷണം മുന്നോട്ട് പോകും, അതിന്മേൽ തെളിവെടുപ്പുണ്ടാകും, അതിന്മേൽ ഈ ചോദ്യം ചെയ്യലുകൾ മുന്നോട്ട് പോകുന്നുണ്ടാകും. അതൊന്നും തന്നെ റദ്ദാക്കില്ല എന്ന് സർക്കാർ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ അടുത്ത അസംബ്ലി സെഷനിൽ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുമെന്നും ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം സഹായിക്കാം എന്ന് അവർ വാഗ്ദാനം നൽകുന്നത്, ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഇളവുകൾ അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്ന് പറയുന്നു. അത് ഒറ്റ കാരണം കൊണ്ടാണ്. അത് കേരളത്തിൽ നിന്നും BJPയുടെ സംസ്ഥാന അധ്യക്ഷനും അതോടൊപ്പം സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അടക്കമുള്ളവരും ഇടപെട്ട പശ്ചാത്തലത്തിലാണ് ഇവർക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടി ഇടപെടുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇടത് കോൺഗ്രസ് MP-മാർ ഇവിടെ എത്തി വലിയ തോതിൽ പ്രകോപനം സൃഷ്ടിച്ചിരുന്നു. അവർ ഈ പ്രകോപനം സൃഷ്ടിക്കുന്നതിൽ ഇവിടുത്തെ ബജറംഗ് ദളിൻ്റെയും ഇവിടുത്തെ ഹിന്ദു സംഘടനകളും ഒക്കെ തന്നെ വലിയ പ്രതിഷേധത്തിലാണ്. അവർ പറയുന്നത്, തങ്ങളുടെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട തങ്ങളുടെ പെൺമക്കളെ മതം മാറ്റിക്കൊണ്ട് പോകുന്നവർക്ക് പിന്തുണയുമായി ഈ രാഷ്ട്രീയക്കാർ ഇവിടെ വരുന്നു. അവർക്ക് ഒരു തരത്തിലും ഈ പശ്ചാത്തലത്തിൽ ഈ കന്യാസ്ത്രീകൾക്ക് ഒരു തരത്തിലും ഇളവ് നൽകരുത് എന്നാണ് ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായും അവരുടെ ആവശ്യത്തിന് ന്യായമുണ്ട് താനും. ഇവിടുത്തെ സർക്കാരിന് ആ ആവശ്യം കണ്ടില്ലെന്ന് നടിക്കാനും കഴിയില്ല. അതിനാൽ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ രാഷ്ട്രീയക്കാരും ഈ മാധ്യമങ്ങളും, കേരളത്തിലൊരു വിഭാഗം മാധ്യമങ്ങളും നടത്തുന്ന ഈ നീക്കം ഈ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ തന്നെ ബാധിക്കുന്നതിന് കാരണമാകും. രണ്ടാമത്തേത്, ഇവരുടെ ഈ മിഷണറി പ്രവർത്തനങ്ങളെയും ഇവരുടെ സുഗമമായ മുന്നോട്ടുള്ള പോക്കിനെയും തന്നെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട് BJP ഒരു വശത്ത് ഇത് എങ്ങനെയെങ്കിലും പരിഹരിക്കാനും ഇവർക്ക് ജാമ്യം കിട്ടാനും നീതി വാങ്ങി നൽകാനും ശ്രമം നടത്തുന്നുണ്ട് ഒരു വശത്ത്. അതിൽ സർക്കാർ ഏറെക്കുറെ അയഞ്ഞിട്ടുമുണ്ട്. ജാമ്യത്തിനുള്ള സഹായം ചെയ്തു നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ചില നാടകങ്ങൾ ഇവിടെ അരങ്ങേറുന്നത്. ഇന്നും സ്വാഭാവികമായും ഇടത് സംഘം ഇവിടെ എത്തി കണ്ടു. അതിനുശേഷം വെറും തറയിലാണ് കന്യാസ്ത്രീകളെ കിടത്തിയിരിക്കുന്നത് എന്ന് തുടങ്ങി വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷേ ഇന്നലെ ഇടത് സംഘം, ഇന്ത്യ സഖ്യത്തിലെ MP-മാർ, UDF സംഘം എത്തി കണ്ടിട്ട് പറഞ്ഞത്, ജയിലിൽ കന്യാസ്ത്രീകൾക്ക് കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ പ്രതികരണങ്ങൾ നൽകി സർക്കാരിനെ പ്രകോപിപ്പിച്ച്, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഹിന്ദു സംഘടനകളെ പ്രകോപിപ്പിച്ച് കന്യാസ്ത്രീകളെ എന്നേക്കുമായി ജയിലിലിട്ട് ഇത് പരമാവധി മുതലെടുക്കാനാണ് നിലവിൽ ഇടത് UDF സംഘം ശ്രമിക്കുന്നത്. അതേസമയം BJP ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടതിൻ്റെ ഫലമായി ജാമ്യം കിട്ടുന്നതിനുള്ള സൗകര്യം ഒരുങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് ദുർഗ് സെഷൻസ് കോടതിയിൽ കേസ് പരിഗണനയ്ക്ക് വരും. ആ ഘട്ടത്തിൽ സർക്കാർ ഒരു നിലപാടൊന്ന് അയക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നതും. പക്ഷേ അടിവരയിട്ടവർ പറയുന്നു, ഈ മുഖ്യമന്ത്രിയുടെ ജില്ലയിലടക്കം അതിരൂക്ഷമായ മതപരിവർത്തനം നടക്കുന്നുണ്ട്. ഈ കേസും അതിൻ്റെ ഭാഗം ആയിട്ടുള്ളതാണ്. ഇതും മതപരിവർത്തനവും ഹ്യൂമൻ ട്രാഫിക്കിങ്ങുമാണ്. അതിനാൽ അന്വേഷണത്തിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും കോടതിയുടെ പരിഗണനയിലെത്തുകയാണ്. ജാമ്യാപേക്ഷ ദുർഗ് സെഷൻസ് കോടതിയാണ് പരിഗണിക്കുന്നത്. ഇന്നലെ മജിസ്ട്രേറ്റ് കോടതി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. എന്തായാലും ഇന്ന് ജാമ്യം ലഭിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എസ് ശ്രീകാന്താണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.